സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ ഇടുക്കി ജില്ലയിൽ വീണ്ടും പ്രതിഷേധം. ദയാവധത്തിന് തയ്യാർ എന്ന ബോർഡ് സ്ഥാപിച്ചാണ് വൃദ്ധ ദമ്പതികളുടെ പ്രതിഷേധം. അടിമാലി അമ്പലപ്പടിയിലാണ് സംഭവം. ഭിന്നശേഷിക്കാരിയായ ഓമനയും ഭർത്താവ് ശിവദാസുമാണ് പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ദമ്പതികൾ നടത്തുന്ന പെട്ടിക്കടയുടെ മുന്നിലാണ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ഇടുക്കി അടിമാലിയിൽ 70-കാരിയായ മറിയക്കുട്ടിയും അന്നമ്മയും നടത്തിയ പ്രതിഷേധം വലിയ വാർത്തയായിരുന്നു. ഇതിന് പിന്നാലെ 2 ദിവസം മുമ്പ് 90-കാരിയായ പൊന്നമ്മയും പെൻഷന് വേണ്ടി തെരുവിലിറങ്ങി. വണ്ടിപ്പെരിയാറിലായിരുന്നു പൊന്നമ്മയുടെ പ്രതിഷേധം. തുടർന്ന് പോലീസ് ഇടപെട്ട് പൊന്നമ്മയെ അനുനയിപ്പിച്ചു. വിഷയത്തിൽ ഇടപെട്ട പ്രതിപക്ഷ നേതാവ് VT സതീശൻ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് ഫോണിലൂടെ പൊന്നമ്മയെ അറിയിച്ചിരുന്നു. 80 വയസ്സുള്ള കൂമ്പൻപാറ സ്വദേശിനി മറിയക്കുട്ടി പുല്ലെടുത്തുപാറ, പൊളിഞ്ഞപാലം സ്വദേശിനി അന്നം ഔസേപ്പ് താണിക്കുഴി എന്നിവരാണ് പ്ലക്കാർഡ് കഴുത്തിൽ തൂക്കി പിച്ചച്ചട്ടിയുമായി അടിമാലി ടൗണിൽ എത്തിയത്. ഇതും റിപ്പോർട്ടായിരുന്നു. പെൻഷൻ കിട്ടാതെ ഗതികെട്ടതുകൊണ്ടാണ് തങ്ങൾ ഭിക്ഷയാചിച്ചതെന്നും ഇവർ പറയുന്നു. ഇരുവരും വിധവാ പെൻഷൻ ഗുണഭോക്താക്കളാണ്. ചൊവ്വാഴ്ച രാവിലെയാണ് ഇവർ ടൗണിലെത്തിയത്. വിധവാ പെൻഷൻ കുടിശ്ശിക തന്നു തീർക്കുക, പാവങ്ങളോട് നീതി കാണിക്കുക, പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരാതിരിക്കുക, കറണ്ട് ബിൽ അടയ്ക്കാൻ നിവർത്തിയില്ല എന്ന് രേഖപ്പെടുത്തിയ പ്ലക്കാർഡുമായായിരുന്നു ഇവർ വന്നത്. ആളുകൾ ആവും വിധം സഹായിച്ചു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പെൻഷൻ കിട്ടാത്തതിനാൽ മരുന്ന് വാങ്ങാൻ പോലും പണമില്ലെന്ന് അപ്പോഴാണ് ഇവർ പറഞ്ഞത്. ഗതികെട്ടാണ് ഭിക്ഷയെടുക്കാൻ ഇറങ്ങിയത്. പെൻഷൻ എത്രയും പെട്ടെന്ന് നൽകണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. 1200 രൂപയും ഇവരുടെ ചട്ടിയിൽ കിട്ടി. ഇടുക്കിയിൽ ഇത് തുടർന്നു വരുന്ന സംഭവമാണ്. ക്ഷേമ പെൻഷൻ കിട്ടിയിട്ട് 5 മാസം മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാതെ വന്നതോടെ 2 അമ്മമാർ തെരുവിൽ ഭിക്ഷയെടുത്തു. 80 വയസ്സുള്ള കൂമ്പൻപാറ സ്വദേശിനി മറിയക്കുട്ടി പുല്ലെടുത്തുപാറ, പൊളിഞ്ഞപാലം സ്വദേശിനി അന്നം ഔസേപ്പ് താണിക്കുഴി എന്നിവരാണ് പ്ലക്കാർഡ് കഴുത്തിൽ തൂക്കി പിച്ചച്ചട്ടിയുമായി അടിമാലി ടൗണിലെത്തിയത്. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ ചോദ്യോത്തരവേളയിൽ ആഞ്ഞടിച്ച് നിയമസഭയിലും പ്രതിപക്ഷം. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെതിരെ പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചിരുന്നു. ഇത് സർക്കാർ ഉത്തരവാദിത്തമാണ്, സർക്കാരാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദികളെന്നും പ്രതിപക്ഷം ആരോപിച്ചു. കുളമാങ്കുഴി ആദിവാസി മേഖലയിൽ ഓമന ശിവദാസ് ദമ്പതികൾക്ക് ഭൂമിയുണ്ട്. എന്നാൽ വന്യമൃഗ ശല്യമുള്ളതിനാൽ ഈ ഭൂമിയിൽ നിന്ന് ആദായം ലഭിക്കുന്നില്ല. വന്യമൃഗ ആക്രമണമുള്ളതിനാൽ പെട്ടിക്കടയിൽ തന്നെയാണ് ദമ്പതികൾ കഴിയുന്നതും. പെട്ടിക്കടയിലെ വരുമാനം നിലച്ചതോടെ ഇവർ സാമ്പത്തിക ബുദ്ധിമുട്ടിലായി. ജീവിതമാർഗത്തിനുള്ള ഏക ആശ്രയം സർക്കാർ നൽകുന്ന പെൻഷനായിരുന്നു. പെൻഷൻ മുടങ്ങിയതോടെ ജീവിതം ദുരിതത്തിലായെന്ന് ദമ്പതികൾ മാധ്യമങ്ങളോട് പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.